കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും. നിങ്ങൾ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതായത് ഈ സ്ത്രീയും കുഞ്ഞിനെയും കാണുന്നില്ല എന്നൊരു വാർത്തയുമായിട്ടാണ് ഇത് ആദ്യം നമ്മുടെ മുന്നിലേക്ക് വന്നത്. അതായത് ഇവരുടെ താമസം എന്ന് പറയുന്നത് കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പ്രവാസിയാണ്. സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഭർത്താവ് 4 വർഷമായിട്ട് പ്രവാസ ജീവിതം അനുഭവിച്ചു വരികയാണ്. ഈ ലാസ്റ്റ് വന്നു പോയിട്ട് 2 വർഷമായി. അതായത് 2 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം നാട്ടിലോട്ട് ലീവിന് വരാനിരിക്കവേ, അതായത് കുടുംബത്തിനോടൊക്കെ വിളിച്ചു പറഞ്ഞു, അതായത് ഈ ഭാര്യയോടും കുഞ്ഞിനോടും അദ്ദേഹത്തിന്റെ വീട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു താൻ ഇന്ന ദിവസം ലീവിന് നാട്ടിൽ വരും എന്ന കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അതായത് ഇദ്ദേഹം നാട്ടിലോട്ട് വരാനിരിക്കവേ 1-2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും ആ ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളഞ്ഞത്. അതായത് സംഭവം വേറൊന്നുമല്ല, ഒളിച്ചോടിപ്പോയതാണ് മറ്റൊരുത്തന്റെ കൂടെ. അന്ന് പോയപ്പോൾ ഈ സ്ത്രീക്ക് ആവശ്യമായ വസ്ത്രങ്ങളും 13 പവന്റെ സ്വർണവും എടുത്തുകൊണ്ടാണ് പോയത്, കൂടെ ഈ കുഞ്ഞിനെയും കൂട്ടി. എന്തായാലും ഇദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂര് ഏഴണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചൊക്കെയാണ്. നാട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് സാമ്പത്തിക വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ. ഫസ്റ്റ് തന്നെ എനിക്ക് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്താ തോന്നിയെന്ന് അറിയാമോ? ഫസ്റ്റ് തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലോട്ട് ഞാൻ നോക്കി. കമന്റ് ബോക്സിൽ നോക്കിയാൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയം തോന്നിപ്പോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബാഡ് കമന്റ്സ് വന്നേക്കണം. ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് എന്റെ കുട്ടീനെ വേണം എന്നൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. എന്റെ കുട്ടീനെ എവിടെയാന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചു നൽകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത്, അപ്പൊ നിനക്ക് ഭാര്യനെ വേണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ നിന്ന് പണവും അതായത് സ്വർണവും അവളുടെ വസ്ത്രങ്ങളും ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തോണ്ട് പോയി ഈ പറയുന്ന സ്ത്രീ. ഇവർ കാനറ ബാങ്കിലോട്ട് പോവുകയാണ് എന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ പോയത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവള് മറ്റൊരുത്തന്റെ കൂടെ അറിഞ്ഞ്, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ കൂടെ അല്ലെങ്കിൽ ഇവിടെ എന്തായാലും പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നേരത്തെ ഇത് പ്ലാൻ ചെയ്തിട്ട് തന്നെ ഈ പുള്ളിക്കാരി ഇവിടുന്ന് പോയതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇദ്ദേഹം വേറെ എന്താ ചെയ്യേണ്ടത്? ഭാര്യനെ തിരിച്ചു കിട്ടണം. പക്ഷെ ഭാര്യ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. പകരം അയാൾ ചോദിക്കുന്നത് അയാളുടെ മകനെയാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് ഒരു കുഞ്ഞിന്റെ 1.5 വയസ്സുകാരന്റെ മരണം അല്ലെ. നമ്മൾ കണ്ടതാണ്. ആ കുഞ്ഞ് എന്തുമാത്രം ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടാണ് ആ കുഞ്ഞിന്റെ രണ്ടാനച്ഛന്റെ കയ്യിൽ നിന്ന് ആ വിധി ഏറ്റുവാങ്ങിയത്. അപ്പൊ ഈ പറയുന്ന അദ്ദേഹം നോക്കുന്നത് എന്താ? സ്വന്തം ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ പോയി. ഭാര്യ എന്തായാലും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഏത് പൊട്ടനും മനസ്സിലാവും. അപ്പൊ അയാൾ പിന്നെ നോക്കേണ്ടത് ആ കുഞ്ഞിനെ, അയാളുടെ ചോരയെ പിറന്ന കുഞ്ഞിനെ തിരിച്ചു കിട്ടുക എന്നല്ല ചെയ്യേണ്ടത്. അദ്ദേഹം അതാണ് ഇവിടെ വന്ന് ആവശ്യപ്പെട്ടത്. കുഞ്ഞ് എവിടെയെന്ന് അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിൽ അദ്ദേഹം അന്വേഷിച്ചു, പോലീസിൽ അറിയിച്ചു. എന്നിട്ട് പോലും പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ചോദിക്കേണ്ടത് എന്താണ്? ആ കുഞ്ഞിനെ തിരികെ ലഭിക്കാനല്ല ചോദിക്കേണ്ടത്. അതിന് ആൾക്കാർ വളരെയധികം മോശമായിട്ടാണ് ഇദ്ദേഹത്തിനെ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരൊന്ന് എന്ന് വെച്ചാൽ നീ പ്രവാസ ജീവിതം അനുഭവിക്കാൻ വേണ്ടി പോയതല്ല, അതുകൊണ്ടാണ് നിന്റെ ഭാര്യ ഇങ്ങനെ പോയത്, നിന്റെ നീ കൊടുക്കേണ്ട സമയത്ത് അവൾക്ക് വേണ്ടത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മോശമായ ഒരു കമന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്.
അത് പുരുഷന്മാരും ഉണ്ട്. പുരുഷന്മാർ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് കാര്യത്തിന്? എന്ത് ആവശ്യമായിരിക്കും ഇത്? എന്തൊക്കെ വന്നാലും അദ്ദേഹം പോകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. അദ്ദേഹത്തിന്റെ കുടുംബമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം കെട്ടിപ്പടുത്തി ഉണ്ടാക്കിയ ഒരു കുടുംബം. 8 വർഷം ഒരുമിച്ച് ജീവിച്ച, അതിൽ 7 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. എന്തൊക്കെ വന്നാലും ഇത്രയും നാൾ അയാള് ഇവളുണ്ട്, ഭാര്യ തന്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് അദ്ദേഹം ഈ കുടുംബത്തിനെ കൊണ്ടുപോയത്. എന്തൊക്കെ വന്നാലും അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം അതാണ് ഈ വീഡിയോയിൽ വന്ന് ചോദിച്ചത്. ആ കുഞ്ഞിനെ വേണം. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് വന്ന് പറഞ്ഞത്. അദ്ദേഹം ആ ഭാര്യനെ ചോദിച്ചില്ല. കാരണം ചിലപ്പോൾ ഭാര്യയ്ക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലായിരിക്കാം. എനിക്ക് മനസ്സിലാവാത്തത് ഈ സ്ത്രീകളൊക്കെ എന്താണ് ഇങ്ങനെ പോകുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് കാര്യമുണ്ടായിട്ടാണ് നിങ്ങൾ ഈ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്? അതുപോലെ എല്ലാ സ്ത്രീകളും ഈ പറയുന്ന കമന്റ്സ് ഇടുന്നവരാണെങ്കിൽ ചിന്തിക്കുക, എല്ലാ സ്ത്രീകളും ഒരേപോലെയാണെന്ന് ഞാൻ പറയുന്നത്. അതായത് ഈ സ്ത്രീക്ക് 26 വയസ്സാണ്. പേര് എന്ന് പറഞ്ഞാൽ ഷഹല ഷെറിൻ എന്നാണ് ഇവരുടെ പേര് വരുന്നത്. ഇവര് ഒളിച്ചോടി പോയിരിക്കുന്നത് ഇവരുടെ അവിടെയുള്ള തന്നെ ഒരു മൊബൈൽ ഷോപ്പ് അല്ല ഒരു കടക്കാരന്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അയാൾക്കാണെങ്കിലോ 3 കുഞ്ഞുങ്ങളും ഭാര്യയുമുള്ള ഒരു കുടുംബമുണ്ട്. അയാളുടെ കൂടെയാണ് ഈ സ്ത്രീയും ഈ സ്ത്രീ ആ സ്ത്രീയുടെ കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുന്നത്. ഞാൻ ഈ സ്ത്രീകളോട്, അത് ഈ വിവാഹം കഴിഞ്ഞിട്ട് ഈ എക്സ്ട്രാ മെരീഷ്യൽ റിലേഷൻഷിപ്പിനോട് പോകുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും പറയാനുള്ളതാണ്. ഇപ്പൊ പറയുന്നത് സ്ത്രീകളോട് പറയാനുള്ള ഒരു പ്രത്യേകതരം ഒരു കാര്യം തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പൊന്നു സ്ത്രീയെ, നിങ്ങളുടെ ഭർത്താവ് തരുന്ന ഒരു കെയറും ഒരു പരിഗണനയും എന്നും നിങ്ങളുടെ കുഞ്ഞിനും ഒരിക്കലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു കാമുകനിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ നാട്ടിൽ ഇപ്പോൾ തന്നെ എന്തുമാത്രം അവിഹിത കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ എന്തൊക്കെ വന്നാലും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ അതിൽ കൂടി ഒന്നും കാണുന്നില്ല. എന്തൊക്കെ അവിഹിതം, കാരണം എന്തൊക്കെ എത്രത്തോളം മരണമാണ് നടക്കുന്നത്. അതൊന്നും നിങ്ങൾ കാണുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങളെ അടക്കം നമ്മുടെ വിട്ട് പോകുന്നുണ്ട്. അതൊന്നും നിങ്ങൾ അറിയുന്നില്ല. സ്ത്രീകൾ എന്താണ് ഇങ്ങനെ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്ന് സ്ത്രീകളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേനും ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരേ ഒരു ഇതാണ് പറയുന്നത്. ഒരേ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് അവരുടെ ലൈഫിൽ. ചിലപ്പോൾ പുരുഷന് നിങ്ങളോട് കുറച്ച് ആത്മാർത്ഥമായി ഈ പറയുന്ന പോലെ, ആത്മാർത്ഥമായി എന്നല്ല, അവർക്ക് നിങ്ങളോട് പുറത്തോട്ട് അവരെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അവരുടെ തിരക്ക് കാരണവും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവർ വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് റൊമാൻറ്റിക് ആയിന്ന് വരത്തില്ല. ചിലപ്പോൾ നിങ്ങളൊന്ന് കെയർ ചെയ്യാൻ മറന്നു പോകുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നിങ്ങളെ ഒരു ഫോൺ വിളിയിലൂടെ മറ്റും ഒരാള്, അതായത് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് ചെറിയൊരു നീരസമുണ്ട്, എന്നെ അദ്ദേഹം പരിഗണിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. ആ ടൈമില് നിങ്ങളെ വേറൊരിടത്ത് നിങ്ങളെ പരിചയപ്പെടുകയും നിങ്ങളോട് ഇഷ്ടം കാണിക്കുകയും അപ്പൊ അയാൾ നിങ്ങളോട് പ്രത്യേക ഒരു പരിഗണന കാണിക്കുമ്പോൾ നിങ്ങൾ, ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു ഭർത്താവ്, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ഭർത്താവ്, എനിക്ക് ഇതുപോലത്തെ ഒരു ഭർത്താവിനായിരുന്നു വേണ്ടത്. എന്റെ ഭർത്താവാണ്, എന്റെ ഇക്കയാണെങ്കിൽ അങ്ങ് പുറത്ത് പോയി ജോലി ചെയ്യണം, ഞാൻ എന്താണ്, എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല, എന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞാൽ ശുദ്ധ വിഡ്ഢിത്തരമാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഈ തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓട്ടപ്പാച്ചിലായിരിക്കാം. ഇപ്പൊ ഈ പറയുന്ന അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വീട് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് പുള്ളിക്കാരൻ പുറത്തോട്ട് പോയത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് അയാൾ പുറത്തേക്ക് പോയത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ, അതായത് നിങ്ങളുടെ 3 പേരടങ്ങുന്ന ഫാമിലി, ചില ഫാമിലി വേറെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കാം. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇതെല്ലാം ഈ ഭർത്താവ് കൊണ്ടിരുന്ന എല്ലാം അനുഭവിക്കണ ആരാ? നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം പുറത്തോട്ട് പോയി ജീവിച്ചത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, അത് ഭയങ്കര കാഠിന്യം നിറഞ്ഞൊരു ജോബ് തന്നെയാണ്. ഇവരൊക്കെ ഈ പുരുഷന്മാരൊക്കെ ഒരുമിച്ച് ഒരു AC റൂമിലൊന്നും അല്ലായിരിക്കും പോയി കിടക്കുന്നത്. ഒരു മുറിയിൽ തന്നെ ഒരു 5ഉം 6ഉം ഡോർമെട്രി പോലത്തെ ഒരു ബെഡിലായിരിക്കും കിടക്കുന്നത്. അതിൽ മര്യാദ കാറ്റ് പോലും കിട്ടുന്നില്ലായിരിക്കാം. ചിലപ്പോൾ ഒരു ദിവസം കഴിക്കുന്ന ഒരു കുബൂസൊക്കെ ആയിരിക്കും. അതേപോലത്തെ അത്രയും വേദന ജനകമായ ഒരു ജീവിത രീതിയിലൂടെ ആയിരിക്കാം അവർ കടന്നു പോകുന്നത്. അവർ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കാം. പക്ഷെ അവരവിടെ ജീവിക്കുമ്പോഴത്തേക്കും ഇതൊന്നും കഴിച്ചും കളിച്ചൊന്നും ആയിരിക്കത്തില്ല. രാവന്തിയോളം കിടന്ന് കഷ്ടപ്പെട്ട് എന്റെ ഭാര്യനെയും കുഞ്ഞിനെയും കാണാം, ഇത്ര നാൾ കഴിഞ്ഞ് കാണാൻ ഓരോ ദിവസം എണ്ണയായിരിക്കും അവരും കഴിഞ്ഞോട്ട് പോകുന്നത്. മര്യാദക്ക് ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം ലഭിക്കത്തില്ല. കയ്യിൽ ഇറക്കി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഒരുപാട് കാശും, എന്തെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഒരുപാട് കാശും. അപ്പൊ അവർ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ, ഈ പൈസയാണ് എന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും അവിടെ അവർക്ക് നന്നായിട്ട് അന്തസ്സായിട്ട് 10 ആളുടെ മുന്നേ പോകാലോ എന്നായിരിക്കും ചിന്തിക്കണത്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ വേദനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമായിരിക്കും. അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് കാരണം, സമയത്തിന്റെ വ്യത്യാസമുള്ള കാരണം നിങ്ങളോട് ചിലപ്പോൾ പ്രേമിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ആ പ്രേമിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. കഷ്ടം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആ കുഞ്ഞിനെങ്കിലും ആലോചിക്കായിരുന്നു, ഇങ്ങനെയുള്ള ഓരോ വിവാഹിതര ബന്ധത്തിന് പോകാൻ നേരത്തെ. അതും നിങ്ങൾ സ്വീകരിച്ച ബന്ധം, അതായത് ഒരു കുടുംബത്തിനെ മറ്റൊരു കുടുംബത്തിനെ ചതിക്കും കൂടെ നിങ്ങൾ ചെയ്ത്. നിങ്ങൾ പോയ നിങ്ങളുടെ കാമുകനോ ഈ പറയുന്ന 3 കുട്ടികളും ഒരു ഭാര്യയുണ്ട്. ആ കുടുംബത്തിന്റെ പ്രാക്കോ, ആ സ്ത്രീയുടെ ആ കുഞ്ഞുങ്ങളുടെയും പ്രാക്ക് നിങ്ങൾ എവിടെ കൊണ്ട്, അവരുടെ ശാപം നിങ്ങൾ എവിടെ കൊണ്ട് എടുത്ത് വെക്കും? ആ കുടുംബം കൂടെ നശിപ്പിച്ചു, ഇദ്ദേഹത്തിന്റെ കുടുംബം നശിപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഈ ഇറങ്ങി പോകുന്നത്? എന്താ പറയുക, ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ആ സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിലില്ലെങ്കിൽ, ആ സൗന്ദര്യം മനസ്സിലില്ലെങ്കിൽ ആ സൗന്ദര്യം സത്യം പറഞ്ഞ ശാപമായിരിക്കും.
ഇത്രയും വലിയൊരു ഇപ്പൊ ഈ സ്ത്രീയാണെങ്കിലും കാണാൻ നല്ല മിടുക്കിയാണ്, നല്ല സുന്ദരിയാണ്. ഇവർക്ക് ആ സൗന്ദര്യം അവരുടെ മനസ്സിനും അവരുടെ ഹൃദയത്തിനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചെറുക്കം വന്നത്. അതായത് ഇവരുടെ ഭർത്താവ് വന്നിട്ട് ഈ സമൂഹ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് കെഞ്ചേണ്ടി വന്നത് ആ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണിന് നല്ലൊരു സൗന്ദര്യമുള്ള ഹൃദയം ഇല്ലെങ്കിൽ പിന്നെ ആ ജീവിതത്തിന് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ ഈ സൗന്ദര്യം എന്ന് പറയുമല്ലോ, നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പുരുഷന്റെ കൂടെ കിടന്നു കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുന്നവരെ ആ സൗന്ദര്യം ഉള്ളൂ. അത് കഴിഞ്ഞ ആ സൗന്ദര്യം ഇല്ല. പിന്നെ ഉള്ളത് ബാഹ്യ സൗന്ദര്യമല്ല വേണ്ടത്, പിന്നെ ഉള്ളത് ആന്തരിക സൗന്ദര്യം വേണ്ടത്. ആ ആന്തരിക സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ തീർന്നു, നമ്മുടെ ലൈഫ് തീർന്നു അവിടെ. പിന്നെ ആ ഭദ്രത, നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഒരു ഭദ്രത കൊണ്ടുവരുന്നത് അവിടുത്തെ സ്ത്രീകൾ തന്നെയാണ്. എന്തൊക്കെ വന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും, ഭാര്യയ്ക്ക് തെറ്റുപറ്റിയാലും ഭർത്താവിന് തെറ്റുപറ്റില്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സംസാരിക്കണം ഒരു കുടുംബം ആകുമ്പോഴത്തേക്കും. അതിന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അദ്ദേഹം മാനിക്കുന്നില്ലായിരിക്കും. എനിക്കറിയില്ല എന്താ ഇഷ്യൂ എന്ന്. ഭാര്യയും ഭർത്താവിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് എന്തൊക്കെ ഒന്നും തെറ്റാ. നിങ്ങൾ കാരണം ഇപ്പൊ നശിച്ചിരിക്കുന്ന 2 കുടുംബമാണ്. ഈ പറയുന്ന കാമുകന് അയാൾക്ക് ഒരു കുടുംബമുണ്ട്, ഈ പറയുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതവും നിങ്ങൾ നശിപ്പിച്ചു, ആ കുഞ്ഞിന്റെ ജീവിതവും നിങ്ങൾ നശിപ്പിച്ചു. പറഞ്ഞാൽ ഇപ്പൊ ഈ സ്ത്രീയുടെ ഫോട്ടോ മാത്രം പുറത്തു വന്നിട്ടുള്ളൂ. ഈ സ്ത്രീയുടെ മാത്രം ഫോട്ടോ അല്ല പുറത്തു വരേണ്ടത്, ആ കാമുകന്റെ കൂടി ഫോട്ടോ പുറത്തു വരണം. ഞാൻ കുഞ്ഞിന്റെ ഫോട്ടോ ഇതിനകത്ത് വെക്കുന്നില്ല, കാരണം ആ കൊച്ചിന് ഇനിയും ജീവിതമുള്ള, കുഞ്ഞിന്റെ പേരെന്താ മുഹമ്മദ് അങ്ങനെ എന്ത് സംതിങ് ആണ്. ആ കുട്ടിക്ക് ഇനിയും ജീവിതമുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോയപ്പോ നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിനെയും കൊണ്ടുപോയത്? അതിന്റെ ആവശ്യം എന്തിരിക്കും? നിങ്ങൾക്ക് ആ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കാനോ? നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യത്തിന് മേളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അക്സെപ്റ്റൻസ് കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന് അക്സെപ്റ്റൻസ് കിട്ടുമോ? സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും എന്താ മറക്കാത്തൊരു പേരാണ് രഞ്ജീഷ് എന്ന് പറഞ്ഞ ചേട്ടന്റെ. ആ ചേട്ടന്റെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അതായത് ഭാര്യയ്ക്ക് വേറൊരുത്തന്റെ കൂടെ അവിഹിതം, ആ അവിഹിതത്തിന്റെ ലാസ്റ്റ് അദ്ദേഹമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അതൊക്കെ നിയമപരമായി നേരിട്ട് ലാസ്റ്റ് ആ കുഞ്ഞിനെ വേണം എന്നൊരു കാര്യത്തിന് അവൾ എന്ത് ചെയ്തു? അവൾ ആ കുഞ്ഞിനെ വേണം എന്നൊരു ആവശ്യത്തിന് വേണ്ടി അവൾ കോടതിയെ സമീപിച്ചു. കോടതി അവൾക്കുള്ള അനുവാദം കൊടുത്തു. ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ അങ്ങ് പോയി. അതിന്റെ മനോവിഷമത്തിൽ അദ്ദേഹം അങ്ങ് ആ കൊച്ചിനെ, അതിന്റെ മനോവിഷമത്തിൽ രഞ്ജീഷ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തു. ഇതിപ്പോ സംഭവിക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കും. കേസ് കൊടുക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മുടെ മെനഘട്ട നിയമം എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിനെ അമ്മയുടെ കൂടെ തന്നെ വിടും. എന്നിട്ട് കുഞ്ഞിനെ അമ്മയുടെ കൂടെ തന്നെ വിട്ടിട്ട് ലാസ്റ്റ് ഇദ്ദേഹം ആരായും, ഇത്രയും നാളും ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇദ്ദേഹം ആരായി. അതാണ് നമ്മുടെ നിയമം. അതേപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ അവിഹിതം ഉണ്ടാക്കാൻ പോകുന്ന സ്ത്രീകളോട് പറയാനുള്ള ഒരു കാര്യമാണ്, എന്റെ പൊന്ന ജന്മങ്ങളെ, നിനക്കൊക്കെ മാന്യമായിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ നിയമത്തിലുണ്ട്. ഒരു മാന്യതയുടെ മുഖമെങ്കിലും ഉണ്ട് നിനക്കൊക്കെ അവിഹിതത്തിന് ഇങ്ങനെ പോകാനായിട്ട്. അപ്പൊ നിനക്കൊക്കെ മാന്യമായിട്ട് നിനക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിനക്കൊക്കെ മാന്യമായിട്ട് നിയമപരമായിട്ട് നിനക്കൊക്കെ പോയി ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് അന്തസ്സായിട്ട് പോയിക്കൂടെ? എന്തിനാണ് ഈ ചെളിക്കുണ്ട് പോലെയുള്ള അഴുക്കിലോട്ട് പോയി ചെന്ന് വീഴണത്? നീയൊക്കെ കാരണം ഇപ്പൊ ആ കുഞ്ഞിന്റെ കൂടി അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിനക്കൊക്കെ മാന്യമായിട്ട് ഇങ്ങനെ പോകാൻ പാടില്ലേ? കുറെ സൗന്ദര്യം ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല മോളെ. അന്തസ് വേണം, അന്തസ്. അല്പം ബോധം വേണം. നിന്നിലൂടെ വളർന്നു വന്ന ആ തലമുറയ്ക്ക് എന്തുമാത്രം ദോഷങ്ങളാണ് നീയൊക്കെ ഉണ്ടാക്കി വെക്കണേന്ന് ഓർക്കണം. ചീത്തപ്പേരായില്ലേ ഇപ്പോ? ആ കുഞ്ഞിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ നീ എന്ത് വലിയ വഞ്ചനയാണ് ആ നിന്റെ ഭർത്താവ് എന്ന മനുഷ്യനോട് ചെയ്തിരിക്കുന്നത്. എന്ത് വലിയ വഞ്ചന. ഭർത്താവ് ഇരിക്കവേ നീ മറ്റൊരു ബന്ധത്തിന് വേണ്ടി പോയി. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ പറയുന്ന നിനക്കും ഒരു കുടുംബമുണ്ട്, ഈ പറയുന്ന അവനും നിന്റെ കാമുകനും ഒരു കുടുംബമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം എന്ത് വിശ്വാസത്തിൽ ജീവിക്കും? നിനക്ക് അവന് വിശ്വാസം ഉണ്ടാവോ? 3 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കളഞ്ഞിട്ട് വന്നവനാണ് അവൻ. അവന്റെ കൂടെ ജീവിക്കുന്ന നീ എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് നീ ജീവിക്കും? പറയൂ, നീ എന്ത് വിശ്വാസത്തിലായിരിക്കും നീ ജീവിക്കണം അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ? അതേപോലെ തന്നെ അവളുടെ കാര്യമാണ് ഇതിന്റെ കാമുകൻ. ഈ കാമുകൻ എന്ന് പറയുന്ന ഇവൻ എന്ത് വിശ്വാസത്തിന് ഇവളുടെ കൂടെ ജീവിക്കും? ഭർത്താവ് ഇത്രയും അവളുടെ വസ്ത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതാ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കഷ്ടപ്പെടാൻ അവൾ ഈ സൗന്ദര്യത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിലുള്ളതാ. അപ്പോ കാരണം അത്രയും നല്ലൊരു ജീവിതം കൊടുത്ത ഒരു ഭർത്താവിനെ ഇവള് ചതിച്ച് വേറൊരുത്തന്റെ കൂടെ മൊബൈൽ ഷോപ്പിൽ പോയപ്പോ അവിടെ കേവലം കണ്ടൊരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവനുമായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞ് അവരുമായിട്ട് ഇഷ്ടത്തിലായി. ഇവൻ ഇതുപോലെ ഇവള് വേറൊരു കടയിൽ പോയി കഴിഞ്ഞ് ഇവള് വേറൊരുത്തനായിട്ട് ഇഷ്ടപ്പെടില്ലെന്ന് എന്താ ഉറപ്പ്? ഇവളെ വിശ്വസിച്ച് ഒരു കടയിൽ വിടാൻ പറ്റുമോ? എങ്ങനെ ജീവിക്കും നിങ്ങൾ? കഷ്ടം. രണ്ടുപേരുടെ ജീവിതം എങ്ങനെയായിരിക്കും പോകുന്നത്? എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു പാഠം തന്നെ ലഭിക്കും. എന്തായാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് അവിഹിത കൊലകൾ നടക്കുന്നുണ്ട്. ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി, ഭാര്യ കൊല്ലപ്പെട്ടു, കാമുകന്റെ കയ്യാലെ കൊല്ലപ്പെട്ടു, അങ്ങനെ പല നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിലൊരു പേരാവാതിരിക്കട്ടെ നിന്റെ എന്ന് നമുക്ക് പറയാം. പ്രാർത്ഥിക്കൊന്നുമില്ല, അങ്ങനെ ഒരു പേരാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ഇങ്ങനെയുള്ള ഓരോ അവിഹിതകളും സാധാരണ നമ്മളെ സമൂഹം അറിഞ്ഞ് അതിന് അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് പോകാനായിട്ട് പേടിക്കണം എന്നേ പറയത്തുള്ളൂ. എത്ര കിട്ടിയാലും ഈ പെണ്ണുങ്ങൾ പഠിക്കുന്നില്ലെന്ന് ഓർക്കാൻ നേരത്താ കഷ്ടം. എന്തായാലും നിങ്ങൾക്ക് ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും.